എത്രയായാലും അങ്ങനെയല്ല. എത്രയായാലും അവൻ ഇലപിടിയാത്തൊരു നിധിയല്ലേ എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകത്ത് അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ആരാടാ നീ? ഞാൻ SI വേലുത്തമ്പി. നീയോ തമ്പിയോ? ജനമൈത്രി നഗറിൽ SI വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരൻ മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക്, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റാസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. 121. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാപമല്ലേ? ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറ, എന്തിനാ നിങ്ങളെ സേവ്യറെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവരെ കള്ളും മൂന്ന് ചെയ്താണ്ട് തമാശ കാണിച്ചതിന്? തമാശ. 150 കിലോ തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണോ തമാശ കാണിക്കുന്നത്? സേവിയറിനെ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാൾക്കില്ല. നീ പറയണത് കേട്ടതൊന്നും ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റേ കൈ കൂടി ഞാൻ ഒടിക്കും. എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. സോറി ട്ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൾസ്? ഒന്ന് എന്റെ അച്ഛന്, വണ്ണമുള്ളയാൾ ചേട്ടന്റെ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ. പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. കിളവന്മാരുടെ ഒരു നെട്ടം കണ്ടില്ലേ? ഇവരൊക്കെ ആരാ? അയലോക്കക്കാരാ. ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയാ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന് 3 കൊമ്പ. അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല. അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗംഗേ, നീ നമ്മുടെ ബ്രോഷറിങ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക. ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങളുണ്ടാവും കൂടെ. ബൈ ദ ബൈ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ. ഓക്കെ? സാറ്റർഡേ 23-ന്. ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ. ബൈ മഞ്ജു.
ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. എന്താ എന്താണോ പിന്നെ ഇവിടെ നിൽപ്പുണ്ട്. കുടുങ്ങി കുടുങ്ങി എന്നെയല്ല അവനെ പിടി അവനെ. സമയം കിട്ടുമ്പോ കൊണ്ടുപോകട്ടാ. എന്താണ് അടുത്ത് പോകരുത്, അടുത്ത് പോകരുത്, അടുത്ത് പോകരുതാ പറഞ്ഞത്, അടുത്ത് പോകരുതെന്നാ പറഞ്ഞത്. എന്താടാ ബാഗിൽ? ബാഗിൽ ഒന്നുമില്ല. ബാഗിലല്ല, ബാഗിൽ എന്താ ചോദിച്ചത്? ബാഗിലെ ബാഗിലെ നമ്മ തമ്മിൽ ഇടപാട് ഇതോടെ തീർന്നു. ഇനി നീ ആയിട്ട് ഒരു ബന്ധമില്ല. നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരാം. എന്താടാ ഇത്? അതെനിക്ക് സാറ് തന്നതാ. കള്ളം പറയുകയും കൂടെ ചെയ്യുന്നോടാ പെരുങ്കള്ള. ഇവനൊന്നും ചെയ്യരുത്, ഇവൻ പാവമാണ് സാർ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പോലീസിനെ വിളി. വിളിക്കാം. പോലീസിനെ സൈന്യം വിളി. ഒരു ജീപ്പിൽ വരാൻ പറ. സൂര്യ, എന്താ ഇവിടെ പ്രശ്നം? ഒരു കള്ളനെ കൈയോടെ പിടികൂടി. കണ്ടില്ലേ ഇവൻ അടിച്ചു മാറ്റിയത്? ഇത് അവൻ അടിച്ചു മാറ്റിയതല്ല, ഞാൻ അവനെ ഏൽപ്പിച്ചതാ ബാങ്കിലടയ്ക്കാൻ. ബാങ്കിലടയ്ക്കാനോ? ഇവനെയോ? എന്താ ഞാൻ അടച്ച അടയില്ലേ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഇവനിവിടെ അപ്പോയിന്റ് ചെയ്തു. സൂര്യൻ ഒരു സഹായമാവൂല്ലോ എന്ന് കരുതി. ആ, അന്ന് പാർട്ടിക്കിടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പേഴ്സ് തിരിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇവന്റെ സത്യസന്ധത മനസ്സിലായി. ഈ 50,000 കൂടെ ഒരു ഹെവിയിലൂടെ ക്യാഷ് കൂടി തന്നിരുന്നെങ്കിൽ ഒറ്റടിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അതെ, ഈ ബാങ്കിൽ അടക്കണ കാര്യം പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ ബാങ്കിൽ അടച്ചോളാം. ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. സോറി, നിർത്ത്. ഞാൻ പറയുന്നോന്ന് കേൾക്ക്. പണം സൂര്യൻ അടച്ചോളും. നിനക്ക് ഞാൻ വേറെ പണി തരാം, മനസ്സിലായില്ലേ? ഓരോ നാശങ്ങള്. ഇതിനപ്പുറം വേറെ എന്ത് പണി തരാൻ? സോറി, ഞാനും വിചാരിച്ച കള്ളനാണ്. അയ്യോ, ഇപ്പൊ 1-1 ഡ്രോ ആയത്. മിസ്സായി. മതി, വന്നൊന്ന് താങ്ങേ. 25, 25, 26 നെക്കിക്ക്. 25, 26 വെള്ളടിക്കണ്ട. ഉണ്ട്. ആ, ഉണ്ടാ. ഹലോ, ഭാര്യയല്ലേ? സൂര്യന്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ പീലിപ്പോസാ. എന്റെ പേര് പീലിപ്പോസ്. എന്താ പേര്? ആ, നല്ല പേര്. ആ, പിന്നെ നമ്മുടെ സൂര്യന് ചെറിയൊരു ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? ആ, ആകെ തകർന്നു പോയി. ഫ്രണ്ടിലെ ഗ്ലാസ്, ബോണറ്റ്, ബമ്പർ, ഹൗസിംഗ് എല്ലാം തകർന്നു പോയി. സൂര്യൻ എന്തെങ്കിലും പറ്റിയോ? വണ്ടി കണ്ട ആള് ചത്തുപോയെന്നേ പറയൂ. പക്ഷെ ഒന്നും പറ്റിയില്ല. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. കൂടെ ഞാനും ഉണ്ട്. ഞാൻ ഉടനെ എത്താം. വെച്ചാ കഴിഞ്ഞോ? പിന്നെ കഴിയാണ്ട് വെക്കോ? ചീമാട്ടി സ്റ്റാൻഡ് വിട്ടുപോയി. അപ്പോഴാണ് കാഞ്ചീപുരോട് ഉണ്ടല്ലോ എന്ന് ഓർത്തത്. നീ 5000 രൂപ തരുന്നോ ഇല്ലയോ? ഏത് 5000? ഞാൻ പറഞ്ഞില്ലേ. ഞാൻ സത്യം പറയും. അപ്പൊ ഇത്രയും നാളും നീ പറഞ്ഞിരുന്ന നുണയാ? സിസ്റ്റർ കാഞ്ചീപുരം, ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ, കലങ്ങി തെളിയട്ടെ. സിസ്റ്റർ, ഇയാൾക്ക് മറ്റൊരു ഭാര്യ കുട്ടിയുമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നു വിത്തോട്ട് കുട്ടിയുമായിട്ട്. പറയടാ, നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? ചികിത്സിച്ച ഡോക്ടറോട് എത്ര തന്തയുണ്ടെന്ന് ചോദിച്ച നീ ഇത്രയും നാളും തീറ്റിപ്പോറ്റിയ എന്നോട് എത്ര ഭാര്യയുണ്ടെന്നോ? ദൈവമേ, എനിക്കെല്ലാം അറിയാം. എന്തറിയാന്ന്? തലയ്ക്കല്ലേ അസുഖം, മരുന്ന് കഴിച്ചാൽ ശരിയാവും. സൂര്യനാരായണ, നീ ഇപ്പൊ സ്കോർ ചെയ്തു. ഞാനിപ്പോ പോകുന്നത് ഹെഡ് ഓഫീസിലേക്കാണ്. ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ്. എന്താ സൂര്യ? ആരാ? കണ്ണാടി നോക്കിയപ്പോ ഇത് കണ്ട് ഞാനും ചോദിച്ചു ഇതാരാണെന്ന്.
ഞാൻ പീലിപ്പോസാ. എന്തു പറ്റി? ഓ ഇനി എന്ത് പറ്റാൻ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ലെഗ് ഒന്ന് സ്ലിപ്പായതാ. ലേശം കൂടി മാറിയിരുന്നെങ്കിൽ ഇത്രയും പഞ്ഞിയുടെ ആവശ്യമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. 2 കഷ്ണം പഞ്ഞിയും മൂക്കിലും മാത്രം തിരികെ കിടത്തിയാ മതിയായിരുന്നു.